ഈ എഡിറ്റിംഗ് ഓക്കെ, ഇതൊരു PNG ഇമേജ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഇന്ന് പല സാഹചര്യങ്ങളിലും PNG ഇമേജ് യൂസ് ചെയ്യാറുണ്ട്. പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക് ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് സബ്ജക്റ്റ് മാത്രം വരുന്ന ഇമേജ്, നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് വീഡിയോ തമ്പനെയിൽ ഉണ്ടാക്കാൻ, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കാറുണ്ട്. പൊതുവെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? PNG ഇമേജ് കിട്ടുന്ന വെബ്സൈറ്റുകളിൽ പോകുന്നു, അവിടെ നമുക്ക് ആവശ്യമുള്ള സെർച്ച് ചെയ്യുന്നു, അവിടെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇതാണ് പൊതുവെ ചെയ്യുന്നത്. ഇന്ന് ഇഷ്ടംപോലെ AI ലോകമാണല്ലോ, AI ടൂളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഒരു PNG ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയാൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് നോക്കിയാലോ. pngmaker.ai എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയായിരിക്കും നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നത്. സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒക്കെ വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് കിട്ടും. അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, ജനറേറ്റ് ചെയ്യാനുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാം. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഏതാണോ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റാൻഡിങ് വൈറ്റ് ക്യാറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരല്പം സമയം എടുക്കുന്ന പ്രോസസ്സാണിത്. നമുക്കിവിടെ 2 ഇമേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ ഇമേജ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇമേജ് അല്ലെങ്കിൽ 2 ഇമേജ് മാത്രമാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ സാധിക്കുക. 2ൽ കൂടുതൽ ഇമേജ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ പ്രീമിയം വേർഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്, പെയ്ഡ് വേർഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. തൽക്കാലം നമുക്ക് 2 ഇമേജ് കൊടുത്തു നോക്കാം. 2 ഇമേജ് കൊടുത്ത് ഒന്നുകൂടി സെർച്ച് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ഇമേജ് പ്രോസസ് ആയിട്ടുണ്ട്. തൊട്ട് താഴെ നിങ്ങൾക്ക് ആ ഇമേജ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് അത് ഓപ്പൺ ആയിക്കോളും. അത് നിങ്ങൾക്ക് പിന്നീട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള PNG ഇമേജ് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റിങ്ങും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആയില്ലേ? ഇപ്പോൾ രസമുണ്ടല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി എന്നാൽ എല്ലാവരും ചെയ്തു നോക്കണേ. അപ്പോൾ ഓക്കെ.